ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് യോശുവയോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക. ഒരു ശുദ്ധീകരണം നടക്കണം. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക. ജനത്തിന് പാവബോധം കൊടുക്കുക. ജനത്തിന് അവരുടെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ജനത്തിന് അവർക്കൊന്ന് വീഴ്ചകൾ മനസ്സിലാക്കി കൊടുക്കുക. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക. അവിടെ ഒരാൾ മൂലം എല്ലാവരും ശിക്ഷിക്കപ്പെടുകയാണ്. ഒരാൾ മൂലം അനേകം പേര് വധിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. കഷ്ടമായിപ്പോയി. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക. ദൈവത്തിന് സ്തോത്രം. ശാപം നിങ്ങളുടെ ഇടയിൽ നീ കളയാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല. നീ എഴുന്നേറ്റ് നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇസ്രായേലേ, നിന്റെ നടുവിലൊരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കി കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. സ്തോത്രം. നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ജനത്തിനൊരു ആഹ്വാനം കൊടുക്കുകയാണ്. യോശുവ ജനത്തോട് ആജ്ഞാപിക്കുകയാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. യോശുവ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ലിത്. ജനത്തോട് ആജ്ഞാപിക്കേണ്ട സമയമാണ്. ജനത്തിന് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് അവർ തന്നെ ചിന്തിക്കാൻ അവർക്ക് അവസരം കൊടുക്കുകയാണ് വേണ്ടത്. അവരെ ശുദ്ധീകരിച്ചെടുക്കുകയാണ് വേണ്ടത്. ദൈവത്തിൻ്റെ വ്രതനായ യോശുവ ദൈവത്തിൻ്റെ വിശ്വസ്തയോടെ നിന്നു. യോശുവ തെറ്റൊന്നും ചെയ്തില്ല. യോശുവയുടെ വേദത്തെ കരഞ്ഞുകൊണ്ടിരുന്നാലും ഉപവാസം എടുത്താലും കാര്യം തീരുകയില്ല. ജനത്തിലാണ് കളങ്കം വന്നിരിക്കുന്നത്. ജനത്തിനാണ് തെറ്റ് വന്നിരിക്കുന്നത്. ജനത്തെ ശുദ്ധീകരിക്കുക. സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ അനേകരുടെ ജീവിതത്തിൽ അശുദ്ധി പറ്റിയിട്ടുണ്ട്. അഴുക്ക്, അശുദ്ധി. നാം കഴിഞ്ഞ ചില അവസരങ്ങൾ പറഞ്ഞല്ലോ. സെക്സ്, സെൽഫ്, സിൽവർ. സെക്സ് ലൈംഗിക ആസക്തി, സെൽഫ് ഞാൻ എന്ന ഭാവം, അഹം ഞാൻ, ഈഗോ. സിൽവർ ധനം, പണം. ഇത് ഒന്നോ അതിലധികമോ കൊണ്ട് അനേകരെ മലിനപ്പെട്ടിരിക്കുകയാണ്. ഈ മൂന്ന് കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു കാര്യം കൊണ്ടായിരിക്കും, ചിലപ്പോൾ രണ്ട് കാര്യം കൊണ്ടായിരിക്കും, ചിലപ്പോൾ മൂന്ന് കാര്യം കൊണ്ടും മലിനപ്പെട്ടവരുണ്ട്. മലിനപ്പെട്ടിരിക്കുന്നു. ജനം മലിനപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിൻ്റെ വലിയ കെടുതിയതാണ്. ജനം മലിനപ്പെട്ടിരിക്കുന്നു. സമൂഹത്തിന് കെടുതിയതാണ്. ചില ആചാരങ്ങൾ മാത്രം നടത്താനായിട്ട് ഇന്ന് സഭകളും സമുദായങ്ങളും ആളുകളെ അങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പെരുന്നാളിന് കാഴ്ച വഴിപാടുകളോട് വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നൊക്കെ പറയുന്നതായ വാക്കുകൾ നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, എന്തനുഗ്രഹമാണ് പ്രാപിക്കുന്നത്? പെരുന്നാൾ നല്ലതാണ്. ഞാൻ പറയട്ടെ, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. എന്താണ് പെരുന്നാൾ? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അതാണ് പെരുന്നാൾ. എന്താണ് വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ? എന്താണ്? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. ഇപ്പോൾ കന്യാമറിയാമിൻ്റെ നാമത്തിൽ പെരുന്നാളുണ്ട്. പത്രോസ് പൗലോസ്യന്മാരുടെ നാമത്തിൽ പെരുന്നാളുണ്ട്. കുറേ പ്രാർത്ഥന ചൊല്ലും. ഗീതങ്ങൾ സുറിയാനിയിലോ മലയാളത്തിലോ ചൊല്ലിക്കൊണ്ടിരിക്കും. അച്ഛന്മാരോ മെത്രച്ചന്മാരോ ഒക്കെ ഉണ്ടായിന്ന് വരും. എല്ലാവരും ഉണ്ടാകും. ശരി. എന്താണ് പറയുന്നത്? പാവപ്പെട്ട ജനം വരുന്നു, അവർ കാണിക്കയിടുന്നു, നേർച്ച കാഴ്ചകളോടെയാണ് വരുന്നത്. ശരി, അതൊന്നും തെറ്റല്ല. പക്ഷേ പെരുന്നാളിൻ്റെ അർത്ഥം അറിയുന്നുണ്ടോ? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. സ്തോത്രം. ഇതുപോലെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഏതെങ്കിലും പള്ളികൾ പറയാറുണ്ടോ? ഇതാണ് പെരുന്നാൾ പറയാറുണ്ടോ? നിങ്ങളെല്ലാവരും, മക്കളെ, നിങ്ങളെല്ലാവരും ഇവിടെ കൂടി ഈ പള്ളിയിൽ കൂടിയിരിക്കുന്നല്ലോ. ഈ പള്ളിയിൽ കൂടിയിരിക്കുന്ന നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. നിങ്ങളുടെ ദൈവദിനം പ്രസംഗിച്ച് നിങ്ങൾ മാതാവിൻ്റെ നാമത്തിൽ കൂടിയിരിക്കുന്നു. മാതാവിൻ്റെ നാമത്തിൽ പെരുന്നാൾ കഴിക്കുന്നു. മാതാവ് എങ്ങനെയായിരുന്നു ജീവിച്ചത്? അവരുടെ വിശ്വാസം അനുകരിപ്പീന്നാണല്ലോ വേദപുസ്തകം പറയുന്നത്. വിശുദ്ധന്മാരുടെ വിശ്വാസം അനുകരിപ്പീൻ. മാതാവിൻ്റെ വിശ്വാസം അനുകരിക്കത്തക്കവണ്ണം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഇതിൻ്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറയുവാൻ തക്കവണ്ണം നിങ്ങൾക്കൊരു എളിമ വന്നിട്ടുണ്ടോ? മക്കളെ, നിങ്ങൾക്ക് ആ എളിമ വരണമെന്നാണ് പറയേണ്ടത്. അച്ഛന്മാരതാണ് പറയേണ്ടത്. മെത്രാച്ചനാണെങ്കിൽ അതാണ് പറയേണ്ടത്. അതല്ലാതെ മറ്റ് ലോകകാര്യങ്ങൾ പറയുകയോ മറ്റെന്തെങ്കിലും വലിയ തിയോളജി പറയുകയോ ഒന്നും ചെയ്തിട്ടൊന്നും ആർക്കും ഒരു ഗുണം കിട്ടുകയില്ല. എന്ത് തിയോളജിയാണ് ഈ? ക്രിസ്തു അല്ലാത്ത എന്ത് തിയോളജി? ക്രിസ്തു ഇല്ലാത്ത തിയോളജി എന്താണ്? ക്രിസ്തുവാണ് തിയോളജി. ദൈവത്തിന് സ്തോത്രം. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ? യേശു ക്രിസ്തു ഇല്ലാത്ത തിയോളജിയും യേശു ക്രിസ്തു ഇല്ലാത്ത സെമിനാരിയും യേശു ക്രിസ്തു ഇല്ലാത്തതായ തിയോളജിക്കൽ കോളേജും എല്ലാം വ്യർത്ഥം, എല്ലാം പൂജ്യം തന്നെ. സ്തോത്രം. ക്രിസ്തു അവിടെ വരട്ടെ. ക്രിസ്തുവിൻ്റെ ആത്മാവ് സെമിനാരിയിൽ പഠിപ്പിക്കുന്നവരുടെ ഹൃദയത്തിൽ വരട്ടെ. പഠിപ്പിക്കുന്നവർക്ക് ക്രിസ്തുവില്ല, പിന്നെ എന്തു ചെയ്യും?
സെമിനാരിയിൽ ഷമാശന്മാരെ പഠിപ്പിക്കുന്നവർക്ക് ക്രിസ്തുവില്ല, ഷമാശന്മാർക്കും ക്രിസ്തുവില്ല. എല്ലാവരെയും അടച്ച് പറയും, എല്ലാ വല്ലൊരു ഇടയ്ക്കിടയ്ക്ക് വല്ല ചെറിയ തിരിവുകളിൽ വല്ല കാണുമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഒരു പുരാതന വിശ്വാസത്തിലേക്ക് നാം മടങ്ങി പോകണമെന്നായി പറഞ്ഞത്. നവീകരണ വിശ്വാസത്തിലേക്കല്ല, പുരാതന വിശ്വാസത്തിലേക്ക്, പൂർവീയ വിശ്വാസത്തിലേക്ക്, പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് നാം മടങ്ങി പോകണം. പിതാക്കന്മാരുടെ കാലത്ത് എന്തായിരുന്നു? അവരെന്താണ്? പെരുന്നാൾ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ബസേലിയോസ് എന്ന് പറയുന്ന പിതാവ് അന്ന് വിശുദ്ധ കുർബാന ചൊല്ലുകയായിരുന്നു. ബസേലിയോസ് കുർബാന ചൊല്ലുന്ന സമയത്ത് അപ്പോൾ അവിടെ ബസേലിയോസിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് കേട്ട് എഫ്രേം എന്ന് പറയുന്നൊരു ഷമ്മാശൻ അവിടെ വന്നു. ഷമ്മാശനാണ് എഫ്രേം. ഈ ബസേലിയോസ് പിതാവ് വിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. നോക്കിയപ്പോൾ നല്ല തിളങ്ങുന്ന കാപ്പയിട്ടുകൊണ്ടാണ് കുർബാന ചൊല്ലുന്നത്. ഏവങ്കലിയും വായിക്കാൻ പടിഞ്ഞാറോട് തിരിഞ്ഞു വന്നപ്പോൾ അപ്പോൾ ഏറ്റവും പുറകിൽ നിന്ന് ഈ എഫ്രേം ഷമ്മാശൻ കാണുന്നത് ഒരു കാഴ്ചയുണ്ട്. എന്താ കാണുന്നത്? ഈ രണ്ട് പ്രാക്കൾ വന്ന് രണ്ട് ചെവിയിലും എന്തോ ഓതിക്കൊടുക്കുന്നു. ബസേലിയോസ് പിതാവ് പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏവങ്കലിയം കഴിഞ്ഞുള്ള പ്രസംഗത്തിൽ ഇങ്ങനെ ചെവിയിലേക്ക് എന്തോ ഇങ്ങനെ കൊത്തി കൊത്തി കൊടുക്കുന്നു. പിന്നെ നാവിൽ കൂടി വരുന്ന വാക്കുകൾ തീപ്പൊരിയാണ്. ഇതാണ് എഫ്രേം കാണുന്നത്, ദർശനമാണ്. ബസേലിയോസ് പിതാവിൻ്റെ നാവിൽ നിന്ന് തീപ്പൊരിയാണ് വരുന്നത്. എഫ്രേമിന് മനസ്സിലായി, സാക്ഷാൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങിയിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയാണ്. പിതാവ് പറയുന്ന വാക്കുകളൊക്കെയും തീയാണ്, തീയായിട്ടാണ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ദേവകുര്യൻ കഴിഞ്ഞു, പ്രസംഗം കഴിഞ്ഞു. വിശുദ്ധ കുർബാന തുടരുവാനായിട്ട് ബസേലിയോസ് പിതാവ് അങ്ങോട്ട് പോയപ്പോൾ, ത്രോണോസിലേക്ക് പോകുമ്പോൾ, അപ്പോൾ അടുത്തുള്ള ശുശ്രൂഷക്കാരനോട് പറഞ്ഞു, ഏറ്റവും പറയിൽ എഫ്രേം എന്ന് പറയുന്ന ഒരാൾ നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തോട് കയറി വരാൻ പറയാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എഫ്രേം വന്നതൊന്നും പിതാവ് പറഞ്ഞിട്ടല്ല, ദോടയമ്പരാൻ കാണിച്ചു കൊടുത്തു, സ്വർഗത്തിലെ ദൈവം കാണിച്ചു കൊടുത്തു. എഫ്രേമിനെ വിളിച്ചു. എഫ്രേം മദ്ബഹയിലേക്ക് കയറി. ദൈവത്തിന് സ്തോത്രം. സംഭവിച്ചതെന്നറിയാമോ? അന്നത്തെ ആ വിശുദ്ധ കുർബാനയുടെ സമയത്തൊക്കെയും എഫ്രേം ആത്മനിറവിൽ ഇങ്ങനെ ദൈവത്തെ മുഖത്തുപെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിമനോഹരമായ ആത്മീയ അനുഭവം. എഫ്രേം ഒരു വിശുദ്ധനായിരുന്നു, ബസേലിയോസും വിശുദ്ധനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മീയമായ അനുഗ്രഹീതമായ നല്ല സ്വർഗീയമായ തേജസ്സുള്ള ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശുശ്രൂഷ കഴിഞ്ഞു, ദേശീയയിലിട്ട് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഈ കാപ്പ പോയിരുന്നു. ശുശ്രൂഷക്കാരൻ കാപ്പ പോയിരുന്നു. വന്നപ്പോൾ ദേഹത്താസകലം കയറുകൊണ്ട് വരിഞ്ഞ് മുറുക്കിയിരിക്കുന്നു. കയറുകൊണ്ട് ശരീരത്തെ വരിഞ്ഞ് മുറുക്കിയിരിക്കുന്നു. വളരെ പരുക്കൻ വസ്ത്രമാണ് ഇവർ ധരിച്ചത്. അത് കഴിഞ്ഞ് ബസേലിയോസ് പിതാവ് കുർബാന കഴിഞ്ഞ് മുറിയിലേക്ക് പോയി. അപ്പോൾ പറഞ്ഞു, എഫ്രേമിനെ വിളിച്ചു. എഫ്രേം ചെന്നു. ദൈവത്തിന് സ്തോത്രം. സംസാരിക്കാൻ തുടങ്ങി. ബസേലിയോസ് പിതാവിന് ഗ്രീക്ക് ഭാഷ അറിയാവൂ, എഫ്രേമിന് എബ്രായ ഭാഷ അറിയാവൂ. എന്തു ചെയ്യും? സുറിയാനി അറിയാവൂ. എന്തു ചെയ്യും? പക്ഷേ അവർ സംസാരിച്ചപ്പോൾ രണ്ടുപേർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ, സ്വർഗീയ ഭാഷ അവർക്ക് കൊടുത്തു. സ്തോത്രം. സംസാരിച്ചു, രണ്ടുപേർക്കും മനസ്സിലാകും, അവർക്ക് മനസ്സിലാകുന്ന ഭാഷ കൊടുത്തു. മറ്റുള്ളവർക്കാർക്ക് മനസ്സിലായില്ല എന്ത് ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന്. ബസേലിയോസ് സംസാരിച്ചതും എഫ്രേം സംസാരിച്ചതും രണ്ടുപേർക്കും മനസ്സിലാകുന്ന ഒരു സ്വർഗീയ ഭാഷ. സ്തോത്രം. അതൊരു വലിയ കൂടിക്കാഴ്ചയായിരുന്നു. സഭയുടെ ചരിത്രത്തിൽ അനുഗ്രഹീതമായൊരു കൂടിക്കാഴ്ചയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തിനാ പറഞ്ഞതെന്നറിയാമോ? ഇന്ന് അതുകൊണ്ട് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകണം. കർത്താവിൻ്റെ മക്കൾ കൂടുമ്പോൾ തീ ചിതറണം. കർത്താവിൻ്റെ മക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ വിശുദ്ധിയുടെ തേജസ് ഒഴുകണം. കർത്താവിൻ്റെ മക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇതുപോലുള്ള കൂട്ടായ്മകൾ വരുമ്പോൾ അപ്പോൾ സ്വർഗത്തിൻ്റെ അഗ്നി ഇറങ്ങി വരണം. സ്തോത്രം. സ്വർഗീയ ഭാഷകൾ നമ്മുടെ നാവിൽ കൂടി പ്രസരിച്ചുകൊണ്ടിരിക്കണം. സ്വർഗീയമായ ദർശനങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. ഇതൊക്കെ സാധ്യമാണ് പ്രിയപ്പെട്ടവരെ, സാധ്യമാണ്. വിശ്വസിക്കൂ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾ ചെറുത് പ്രതീക്ഷിക്കരുത്, വലുത് പ്രതീക്ഷിക്കണം. വൻ കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. ദൈവത്തോടുള്ള ഏറ്റവും അടുത്ത സാമീപ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. ദൈവത്തോടുള്ള ഏറ്റവും അടുത്ത സാന്നിധ്യബോധം നിങ്ങൾക്കുണ്ടാകണം. ക്രിസ്തുവിൻ്റെ അരികത്തുണ്ട് എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. ക്രിസ്തുവിനെ നിങ്ങൾ സെൻസ് ചെയ്യണം. പുറമേ കാണുകയല്ല, ഈ പുറമേയുള്ള കണ്ണോട് കാണുകയില്ല. പക്ഷേ നിങ്ങൾ സെൻസ് ചെയ്യണം ക്രിസ്തുവിൻ്റെ അരികത്തുണ്ട് എന്ന്. സ്തോത്രം. യേശു ക്രിസ്തു അരികത്തുണ്ട് എന്ന് നിങ്ങൾ സെൻസ് ചെയ്താൽ നിങ്ങളുടെ ഹൃദയം സമാധാനപൂർണ്ണമായി തീരും. പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ പതറുകയില്ല. ഭാരങ്ങൾ വരുമ്പോൾ നിങ്ങൾ വാടുകയില്ല. ദുരിതങ്ങൾ വരുമ്പോൾ നിങ്ങളെ ഒട്ടും ഭീഷണിപ്പെടുത്തുകയില്ല.
എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ആരെല്ലാം വിട്ടുപോയാലും, ആരും ഇല്ലെന്ന് വന്നാലും, എന്തെല്ലാം കെടുതികൾ വന്നാലും, ഏതെല്ലാം രോഗങ്ങൾ വന്നാലും ഒന്നും നിങ്ങളെ തൊടുകയില്ല, ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല. സകല ബാധകളും നിങ്ങൾ മാറ്റിത്തരും. അതിനെല്ലാം പുഞ്ചിരിയോടെ അഭിമുഖീകരിക്കാനുള്ളതായ കൃപ കർത്താവ് നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൽ ഉറയ്ക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് എല്ലാം ചടങ്ങുകളായി പോയില്ലേ? എല്ലാ ചടങ്ങുകളുടെ പിന്നാലെ പാവപ്പെട്ട മനുഷ്യൻ ഓടുകയാണ്. മനുഷ്യൻ പറഞ്ഞിട്ട് കാര്യമില്ല. പാവങ്ങൾ ആവശ്യവാരിതം ചെയ്യുന്നവർ പള്ളികളിൽ പോകണമല്ലോ. ഞാനും പള്ളിയിൽ പോകുന്ന മനുഷ്യൻ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആവശ്യഭാരങ്ങളാൽ ഞെരുങ്ങുമ്പോൾ നമുക്ക് ഒരു യേശു കൂടെ ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസം. ചില ചടങ്ങുകൾ ആചരിച്ചാലൊന്നും നമുക്ക് രക്ഷ കിട്ടുകയില്ല. അനുഷ്ഠാനങ്ങളുടെ രക്ഷ കിട്ടുകയില്ല. അനുഷ്ഠാനങ്ങളുടെ ആശയ ഗരിമ എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആശയത്തിൻ്റെ ഗരിമ എന്ന് വെച്ചാൽ ആശയത്തിൻ്റെ ഗ്രാവിറ്റി എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്താണ് ഈ പാട്ടുകളുടെ അർത്ഥം, ഗീതങ്ങളുടെ അർത്ഥം, എന്താണ് പ്രാർത്ഥനയുടെ അർത്ഥം, എന്താണ് ഒരു ശുശ്രൂഷയുടെ അർത്ഥം, നാം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം ഈ ധൂക്കുറ്റിയിൽ കുന്തിരിക്കുമിട്ട് ശുശ്രൂഷക്കാരൻ വീശുന്നത് കണ്ടിട്ടുണ്ട്. സുഗന്ധം വീശുന്നു, കുന്തിരിക്കുമിട്ട് വീശുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ആർക്കെങ്കിലും അറിയാമോ? ആ കുന്തിരിക്കം തീയിലിട്ടപ്പോൾ അതിൽ നിന്ന് സുഗന്ധം വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി കത്തുമ്പോൾ നമ്മിൽ നിന്ന് സൽപ്രവർത്തികളാകുന്ന സുഗന്ധം വിശാലതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് അർത്ഥം. ധൂപക്കുറ്റിയിൽ കുന്തിരിക്കിടുമ്പോൾ അത് ആ തീയിൽ കിടന്ന് എരിയുമ്പോൾ അപ്പോൾ അതിൽ നിന്ന് സുഗന്ധവും വരുന്നത് പോലെ നമ്മുടെ ഈ ജീവിതത്തിൽ നന്മയുടെ സുഗന്ധം വീശുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മിൽ കത്തണം. അപ്പോൾ നമ്മിൽ നിന്ന് അനേകരിലേക്ക് സ്നേഹവും നന്മയും പകരും. എല്ലാവർക്കും ആനന്ദവും കൗതുകവും ഉണ്ടാകും ജീവിതം. പക്ഷേ ഇതൊന്നും അറിയുന്നില്ലല്ലോ ആരും. തൂക്കുറ്റി വീശിക്കൊണ്ട് പോകുന്നു, അപ്പോൾ ഒന്ന് കുരിശ് വരയ്ക്കും. ഓക്കെ, നല്ലത്, അത്രയും ചെയ്യുന്നുണ്ടല്ലോ. ചിലരതും ചെയ്യില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ചിന്തിക്കൂ. നിങ്ങൾ ഗൗരവമായി ചിന്തിക്കൂ. ആത്മീയം കളിയല്ല. ശാപം മാറിയേ പറ്റൂ. ശാപം മാറ്റണം. ഇസ്രായേലിൻ്റെ നടുവിലൊരു ശാപമുണ്ട്. നാളെ ഈ നേരത്തേക്ക് ഈ ജനത്തെ ശുദ്ധീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്കൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ എടുക്കുക. കർത്താവേ, എനിക്ക് അത്യാവശ്യമാണ്, ഒരു ശുദ്ധീകരണം ആവശ്യമാണ്, അത്യന്തം ആവശ്യമാണ്, ശുദ്ധീകരണം ആവശ്യമാണ്. ഒട്ടേറെ കഴുകൽ വേണം കർത്താവേ, ഒട്ടേറെ കഴുകൽ. മാലിന്യം ഒട്ടേറെയുണ്ട്. പണത്തിൻ്റെ മാലിന്യം ഒട്ടേറെയുണ്ട്. അർഹതയില്ലാത്ത കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ മാലിന്യം ഒട്ടേറെയുണ്ട്. ഒരാവശ്യമില്ലാതെ ചിലവഴിച്ച ധൂളീന്ദ്രമായിട്ട് എല്ലാം ധാരാളിത്തമായിട്ട് ചിലവഴിച്ച പൈസയുടെ മാലിന്യം എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ, എൻ്റെ ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിൽ വക്രതയോ കോപമോ കാലുഷ്യമോ വന്നു പോയ ആ ചെളിയ എൻ്റെ മാലിന്യം എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ മക്കളെ നേർവഴിക്ക് നടത്താത്തതായ, മക്കളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാത്തതായ ഒരു വലിയ ശാപത്തിൻ്റെ മാലിന്യം എൻ്റെ മേലുണ്ട്. കർത്താവേ, ഞാൻ എൻ്റെ മക്കളെ പ്രാർത്ഥിപ്പിച്ചിട്ടില്ല, മക്കളെ ദൈവസ്ഥലത്തിലേക്ക് അടുപ്പിച്ചിട്ടില്ല, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. കർത്താവേ, മാലിന്യം എൻ്റെ ജീവിതത്തിലുണ്ട്. കടങ്ങളേറെ, പാപങ്ങളേറെ. ഓരോന്നോരോന്നായി കണ്ടുപിടിക്കണം. നിങ്ങൾ ഇരുന്ന് കണ്ടുപിടിക്കണം. അതിനെ വേണമെങ്കിൽ ഉപവാസം നല്ലതാണ്. ഉപവാസത്തോടെ ഇരുന്ന് കണ്ടുപിടിച്ച് പ്രാർത്ഥിച്ചാൽ കൂടുതൽ പ്രയോജനപ്പെടും. പ്രാർത്ഥനയിൽ ഉപവാസത്തലമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നതല്ല. നിങ്ങൾ ഓരോരുത്തരെയും ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ എന്തെല്ലാമാണ് കണ്ടുപിടിക്കണം. എന്തെല്ലാം ബന്ധനങ്ങളുണ്ട്. ഓരോരുത്തരെയും തീവ്രം ജീവിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, സാക്ഷ്യം പറയുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. ശരി, ദൈവവേലയ്ക്ക് വേണ്ടി ഓടുന്നുണ്ട്, വളരെ നല്ലത്. പക്ഷേ ഇപ്പോഴും മാലിന്യം മുഴുവൻ മാറിയിട്ടില്ല. മാലിന്യം മാറട്ടെ. എൻ്റെ കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ നിന്ന് തീയൊന്നിറങ്ങണമേ കർത്താവേ. മാലിന്യങ്ങളെല്ലാം കത്തിച്ച് കളയണമേ. ഞങ്ങളുടെ മേലുള്ളതായ എല്ലാ മാലിന്യങ്ങളും, എല്ലാ ലോകസ്നേഹവും, എല്ലാ ലോകത്തിൻ്റെ ആഡംബരവും, ലോകത്തിൻ്റെ താടിമോടി പ്രതാപങ്ങളും, ലോകത്തിൻ്റെ ഇമ്പങ്ങളും, മനുഷ്യരുടെ ബഹുമതിക്ക് വേണ്ടിയുള്ളതായ ആഗ്രഹങ്ങളും, മനുഷ്യരെന്നെ മനുഷ്യരുടെ മുമ്പിൽ ഷൈൻ ചെയ്യണമെന്നുള്ളതായ താല്പര്യങ്ങളും, എൻ്റെ കർത്താവ്, എല്ലാ മാലിന്യങ്ങളും എല്ലാം കത്തിച്ച് കളയണമേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരികയില്ലയോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവേ, നീ വന്ന് ഈ ജനത്തെ തൊടണമേ. പരിശുദ്ധാത്മാവേ, വന്ന് ജനത്തെ കത്തുപിടിപ്പിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് വന്ന് ആത്മാവിൽ കത്തുപിടിച്ചവരായി പോകുവാൻ തക്കവണ്ണം ജനത്തെ അവിടെ അനുഗ്രഹിക്കണമേ. കരുണയുള്ള കർത്താവേ, എന്നിട്ട് തീ ഞങ്ങളുടെ മേൽ പകരണമേ. സ്വർഗത്തിൻ്റെ അഗ്നി, സ്വർഗത്തിൻ്റെ തീക്കട്ട. അന്ന് യെശയ്യാ പ്രവാചകൻ്റെ നാവിൽ തൊട്ടതായി തീക്കട്ട. കർത്താവേ, ആ തീക്കട്ട ഇപ്പോൾ കൊണ്ടുവന്ന് ഞങ്ങളെ തൊടുവിക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ തീക്കനൽ ഞങ്ങളുടെ നാവിന്മേൽ തൊടുവിക്കണമേ. ആ സ്വർഗത്തിലെ തീക്കനൽ ഞങ്ങളെ തൊടുവിച്ച് ഇപ്പോൾ ഞങ്ങളെ കത്തുപിടിപ്പിക്കണമേ. ഞങ്ങളെ കത്തിക്കണമേ. മാലിന്യങ്ങളെല്ലാം കത്തിപ്പോകണമേ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം.
തീക്കുഴിയിലെ ബാലന്മാർ 3 പേര് നടക്കുകയായിരുന്നു തീക്കുഴിയിൽ കൂടി. രാജാവ് വരുന്നു. രാജാവ് ചോദിച്ചു, എന്തായി? അവിടെ 4 പേരെ കാണുന്നുണ്ടല്ലോ. കൃത്യമായി നോക്കി, ഇവരെ തീയിലിടാൻ കൊണ്ടുപോയി കത്തിപ്പോയി. പടയാളികൾ ശദ്രക് മേശക് അഭേദ്നെഗോ എന്ന 3 ബാലന്മാർ തീയിലിടാൻ കൊണ്ടുപോയി കത്തിപ്പോയി. പക്ഷേ അവർ തീയിൽ കൂടി നടക്കുന്നു. അത് സാധിക്കുമോ? രാജാവിന് അത്ഭുതം. ഞാൻ കാണുന്നത് ശരിയല്ലേ? എങ്കിൽ നീ കാണുന്നുണ്ടോ? ഓ, ഞാൻ കാണുന്നുണ്ട്. അടുത്ത മന്ത്രിയോട് ചോദിച്ചു, നീ കാണുന്നുണ്ടോ? ഉണ്ട്, ഞാനും കാണും. 4 പേരെ കാണുന്നുണ്ട്. ഒരാൾ ദൈവദൂതൻ്റെ പോലെ തേജസ്സേറിയ മുഖമാണ്. ദൈവത്തിന് സ്തോത്രം. തീക്കുഴിയിലെ ബാലന്മാരെ തീയിലിട്ടതുകൊണ്ട് ഉണ്ടായത് എന്താണെന്നറിയാമോ? അവരെ കെട്ടൊക്കെ കരിഞ്ഞുപോയി. അവരെ കെട്ടിയിട്ടിരുന്ന കെട്ടുകൾ കരിഞ്ഞുപോയി. ഈ തീയിൽ വന്നാൽ അങ്ങനെയാണ്, കെട്ടിയിട്ടിരിക്കുന്ന കെട്ടുകൾ കരിഞ്ഞു പോകും. കെട്ടിയിരിക്കുന്ന ചില ബന്ധനങ്ങളുണ്ട്, ബന്ധനം കഴിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിന് സ്തോത്രം. പ്രേമത്തിന് പിന്നാലെ പോയി നശിക്കുന്ന പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അവരറിയുന്നില്ല നശിക്കുന്നതെന്ന്. കാരണം അവർ പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയില്ല, സ്വീകരിക്കുകയില്ല. പ്രേമമെന്നോ പ്രണയമെന്നോ ഇൻഫാച്വേഷൻ എന്നോ ഒക്കെ പറയുന്ന വാക്കുകളുണ്ട്, നല്ല നല്ല വാക്കുകളൊക്കെയാണ്. ഈ ചില വൃത്തികെട്ട ജീവിതത്തിന് വേണ്ടി സ്വയം താല്പര്യത്തോടുകൂടി മാതാപിതാക്കളുടെ അനുമതി കൂടാതെ പോകുന്നതായി അനേകം പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട്. അവർ നരകത്തിയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കത് അറിയാൻ പാടില്ല. നരകത്തിയിൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ തീയിൽ നിന്ന് അടിച്ചെടുക്കാൻ സാധിക്കണമെങ്കിൽ മാതാപിതാക്കൾ കണ്ണീരോടെ യാചിച്ച് സ്വർഗത്തിന് തീ ഇറങ്ങാൻ അവർ വഴി തുറന്നു കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കൾ കരഞ്ഞ്, മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ യാചിച്ച്, കർത്താവേ, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ നിൻ്റെ കരവൊന്ന് വെക്കണമേ, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ നിൻ്റെ തീയൊന്ന് ഇറങ്ങണമേ, എൻ്റെ കുഞ്ഞിൻ്റെ മേലുള്ളതായി മാലിന്യങ്ങളെല്ലാം കഴുകിക്കളയണമേ, പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ. ഇന്ന് അനേകം ആളുകൾ, അനേകം പെൺകുട്ടികളും അതെ, ആൺകുട്ടികളും അതെ, പ്രേമത്തിന് വേണ്ടിയാണ് കോളേജിൽ പോകുന്നത്, പ്രണയിക്കാൻ വേണ്ടിയാണ് സ്കൂളിൽ പോകുന്നത്. എന്തൊരു അബദ്ധമാണ്. ഈ കാലങ്ങളിൽ വളരെ വളരെ വർദ്ധിച്ചു വരികയാണ്. മദ്യത്തിന് പിന്നാലെ പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടി വരുന്നു. കഞ്ചാവ് ഉപയോഗിക്കുന്ന യുവാക്കന്മാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. എത്രയോ ഹീനമായ വഴികളിലേക്കാണ് ജനങ്ങൾ പോകുന്നത്. എല്ലാം ശാപങ്ങളാണ്. ശാപം ഇങ്ങനെ തലമുറയെ പിടികൂടിയിരിക്കുകയാണ്, തലമുറയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന യുവാക്കന്മാർ ആരെങ്കിലും കഞ്ചാവിന് ഇടപെട്ടവരുണ്ടോ? മക്കളെ, നിങ്ങൾ ഒരു കാലത്തും തൊട്ടുപോകരുത്. നീ അത് മദ്യത്തിന് ഇടപെട്ടവരുണ്ടോ? മക്കളെ, മദ്യം വിഷമാണ്, തൊട്ടുപോകരുത്. ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും കഞ്ചാവ് അല്ലെങ്കിൽ പുകവലി, ഏതെങ്കിലും തരത്തിലുള്ളതായ ദുശ്ശീലങ്ങൾ, ഹാൻസ് എന്നോ പിന്നെന്താണ് പറയുന്നത്, ചരസെന്നോ എന്തെല്ലാമോ പേരുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതായ വിഷവസ്തുക്കളൊന്നും തൊട്ടുപോകരുത്. പെട്ടെന്നൊരു കിക്ക് കിട്ടും. ശരിയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. പെട്ടെന്നൊരു കിക്ക് കിട്ടും, ഒരു ത്രില്ലിങ്, പെട്ടെന്നൊരു എന്തോ ഒരു പ്രത്യേക അനുഭൂതി കിട്ടും, പ്രത്യേകമായ ഒരു സുഖാനുഭൂതി കിട്ടും. പാവങ്ങൾ ഈ അമ്പാറ്റകൾ ചെന്ന് തീയിലേക്ക് എന്ന് കത്തി എരിയുന്നത് പോലെ ഈ കഞ്ചാവിലും മദ്യത്തിലും നിന്ന് കത്തി എരിയുകയാണ്, നശിക്കുകയാണ്. അവർക്ക് പഠിക്കാൻ പറ്റാതെ പോയിരുന്നു, അവരുടെ പഠിത്തം മുടങ്ങിപ്പോകുന്നു. തന്നെയല്ല, ഇനി പഠിത്തം കഴിഞ്ഞു വിവാഹ ജീവിതത്തിലേക്ക് വന്നാലോ വിവാഹ ജീവിതം തകർന്നു പോകുന്നു, കുടുംബബന്ധങ്ങൾ ഒലഞ്ഞു പോകുന്നു, ഭാര്യയും ഭർത്താവുമായി ഐക്യത്തിൽ വരാൻ പറ്റുന്നില്ല. ഭർത്താവ് മദ്യപനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ദുശ്ശീലങ്ങൾക്ക് അടിമയാണ്, വൃത്തികെട്ട ജീവിതം നയിക്കുന്നതിനാണ്. ഭാര്യയ്ക്ക് അത് വെറുക്കാൻ പറ്റുന്നില്ല. ആ സാധുസ്ത്രീ പറയുന്നു, എനിക്ക് വയ്യ. അവളങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അടികൊള്ളും, അതുകൊണ്ട് മിണ്ടാതെ പാവം പേടിച്ച് കഴിയുന്ന കുടുംബങ്ങളുണ്ട്. അല്ല, വിട്ട് ഭർത്താവിനെ വിട്ട് പോകുന്നവരുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഭർത്താവിന് ദുശ്ശീലങ്ങൾ മൂലം ഭാര്യ ഭർത്താവിന് വിട്ടു പോകുന്ന അനേകം കുടുംബങ്ങളുണ്ട്. ഭർത്താവിൻ്റെ ദുശ്ശീലം മൂലം അല്ല, ഭാര്യയുടെ ദുശ്ശീലം മൂലം ഭാര്യ വിട്ടു പോകുന്ന അനേകരുണ്ട്. ദൈവത്തിന് സ്തോത്രം. കോപാക്രാന്തമായ പെരുമാറ്റം എല്ലാം ശാപമാണ്. നിങ്ങൾ മനസ്സിലാക്കുക. കോപാക്രാന്തമായ പെരുമാറ്റം, കോപിക്കുന്നു, ഗർജിക്കുന്ന, കോപം കൊണ്ട് അട്ടഹസിക്കുന്ന പ്രകൃതം. പാവം പിള്ളേർ പേടിച്ചു പോകുന്നു. മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പഠിക്കാനിരിക്കുമ്പോൾ അപ്പൻ്റെ അട്ടഹാസമാണ്. അപ്പൻ വന്ന് ഒരു കാരണവുമില്ലാതെ അമ്മയെ തല്ലുന്നു. എങ്ങനെ കൊച്ചുങ്ങൾ പഠിക്കും? കുടുംബങ്ങൾ നരകമല്ലേ ഇന്ന് സഹോദരങ്ങളെ? നിങ്ങളുടെ പലരുടെയും ഹൃദയം നരകമല്ലേ? ഹൃദയം ദുരിതപൂരിതമല്ലേ? യാതനയിൽപ്പെട്ട് ഒഴിലുകയല്ലേ? സമാധാനം എവിടെയുണ്ട്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരു സ്വപ്നം പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. കുടുംബങ്ങൾ സ്വർഗമായി തീരുക, അത് സ്വപ്നമാണ്. ഹല്ലേലൂയ. കുടുംബങ്ങൾ സ്വർഗമായി തീരണം. അവിടെ സ്നേഹമാണ് അവിടെ നിറയുന്നത്. സ്നേഹം, അവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹം നിറയുന്നു. അവിടെ ക്രൂശിലെ ത്യാഗം നിറയുന്നു. അവിടെ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകുന്നു. അവിടെ സഹതാപം ഉണ്ടാകുന്നു. തെറ്റ് ചെയ്യുന്നവരോട് സഹതാപം, തിന്മയിലേക്ക് പോകുന്നവരോട് സഹതാപം, വഴക്കടിക്കുന്ന ഭർത്താവിനോട് സഹതാപം, വിട്ടുപോവുകയല്ല, ഭർത്താവിനോട് സഹതാപത്തോട് പ്രാർത്ഥിക്കുന്നു. ഭർത്താവല്ലേ, അദ്ദേഹം നന്നായി വരണ്ടേ, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയും കൂടി സമർപ്പിക്കുന്നു.
നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്ത് വിശുദ്ധീകരിക്കപ്പെടുന്നു, കുടുംബാനുഗ്രഹമായി തീരുന്നു. നമ്മുടെ നരകമായ കുടുംബങ്ങൾ സ്വർഗമായി മാറണം. നരക ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾ സ്വർഗമായി തീരണം. സ്വർഗീയ സൗഭാഗ്യം നമുക്ക് കൈവരണം. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു നല്ല ആന്തരിക സ്വപ്നമാണ്. ഈ സ്വപ്നം സഫലീകൃതമായി തീരണം. ഈ സ്വപ്നം സാധിച്ചു കിട്ടണം. ഒരിക്കലും നിങ്ങൾ വിവാഹമോചനം കൊതിക്കരുത്, താല്പര്യപ്പെടരുത്. എങ്ങനെയെങ്കിലും യോജിച്ചു പോകാൻ നോക്കണം. അതിന് വേണ്ടത് എന്താണ്? യോജിച്ചു പോകാൻ വേണ്ടത് ഒരേ ഒരു കാര്യം, സ്നേഹം മാത്രം. തകരുക, നമ്മെ തന്നെ നാം താഴ്ത്തുക, പ്രാർത്ഥിക്കുക, നമ്മിൽ തീ ഇറങ്ങട്ടെ. വിവാഹമോചനങ്ങളെല്ലാം ഭസ്മീകരിച്ചു പോകും, എല്ലാം ചാമ്പലായി പോകും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അനേക കുടുംബങ്ങളിൽ നിന്ന് നരകദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾ സ്വർഗങ്ങളാക്കി തീർക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളും ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. അനേകം ദുരിതങ്ങൾ. മനസ്സ് തീജ്വാലയായി വിഷമിക്കുന്ന ആളുകളുണ്ട്. തീ കത്തുന്നതുപോലെ തീ ആദിയാണ്. ആന്തൽ കയറി വരുമെന്ന് പറയും, ആദിയാണ്. ഉറങ്ങാൻ കിടന്നാലും ആദിയാണ്. തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ഭാര്യ ചോദിക്കും, എന്താ വിഷമം? ഉറക്കം വരുന്നില്ലേ? ഇല്ല, ഉറക്കം വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അല്ല, ഭർത്താവ് ചോദിക്കും, നീ എന്താ ഉറങ്ങാത്തത്? എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. ഇത് ഉള്ളിൽ യാതനയാണ്. മനസ്സ് പതറുകയാണ്. ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഭാരങ്ങൾ, ആകുലങ്ങൾ, ആവലാതികൾ, സങ്കടങ്ങൾ, യാതനകൾ, വേദനകൾ. എൻ്റെ ദൈവമേ, എന്തെല്ലാം കാര്യങ്ങളിൽ ഈ ജനം വലയുന്നു. നാഥാ, ഈ ജനത്തെ നീ സന്ദർശിക്കണമേ. ദുരിതപൂരിതമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പെട്ടി യാതനയ്ക്കുന്ന ഈ മക്കളെ നീ സന്ദർശിക്കണമേ. ഈ മക്കളുടെ മേൽ നിൻ്റെ സ്വർഗത്തിന് തീ ഇറങ്ങണമേ. സ്വർഗത്തിന് തീ ജ്വാല ഇറങ്ങി ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ശാപങ്ങളെല്ലാം മുറിച്ച് മാറ്റണമേ. ശാപങ്ങളെല്ലാം കത്തിപ്പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. എല്ലാ ശാപവും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ കത്തിപ്പോകട്ടെ. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ എല്ലാം കഴുകപ്പെട്ടു പോകട്ടെ. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ എല്ലാം കഴുകി കിട്ടട്ടെ. ദൈവത്തിന് സ്തോത്രം. കുടുംബത്തിലേക്ക് സമാധാനം എരച്ച് കയറട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സമാധാനത്തിൻ്റെ സന്ദേശവാഹകരായി നിങ്ങൾ വീടുകളിലേക്ക് പോകുക. സമാധാനത്തിൻ്റെ സന്ദേശം വഹിച്ചുകൊണ്ട്, സമാധാനത്തെ ദൂതും വഹിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഭവനങ്ങളിലേക്ക് പോകുക. ദൈവത്തിന് സ്തോത്രം. ഭവനങ്ങളിൽ ചെന്ന് നിങ്ങൾ എരിഞ്ഞു നിൽക്കുക, കത്തി നിൽക്കുക, ദൈവസ്നേഹത്തെ എരിഞ്ഞു നിൽക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കണ്ട് മറ്റുള്ളവർ ദൈവത്തെ അന്വേഷിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ സ്വഭാവ മാറ്റം കണ്ടിട്ട്, സ്വഭാവത്തിലുള്ള വ്യതിയാനം കണ്ടിട്ട്, സ്വഭാവത്തിൽ പരിവർത്തനം കണ്ടിട്ട് മറ്റുള്ളവർ ദൈവത്തെ അന്വേഷിക്കട്ടെ. അങ്ങനെ അനേകർ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരട്ടെ. അനേകർ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് അങ്ങനെയാണ് ആകർഷിക്കേണ്ടത്. നിങ്ങൾ വിളിച്ചാൽ മാത്രം പോരാ. നിങ്ങളുടെ ജീവിതം പരിശുദ്ധമായി ശുദ്ധീകരിക്കപ്പെട്ടതായി തീരട്ടെ. അപ്പോൾ നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരും. യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് നിങ്ങൾ ശുദ്ധീകരിക്കുന്നത്. ഒരിക്കലായി ഗോകുൽത്തായിൽ തിരുമാറു തുറന്നൊഴുകിയ ആ തിരുരക്തം നൂറ്റാണ്ടുകളായി വിശ്വാസികളായ അനേകമായിരങ്ങളെ ഇന്ന് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഈ നൂറ്റാണ്ടിൽ, 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മുടെ മേലും ആ രക്തം നൽകാൻ കർത്താൻ ആഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ മേൽ ഈ തീ പകരാൻ കർത്താൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വേണമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. മോനെ, നിനക്ക് വേണമോ എന്ന് ചോദിക്കുന്നുള്ളൂ. മോളെ, നിനക്ക് വേണമോ ഈ തീയ്? സ്വർഗത്തിൽ തീയാൽ ശുദ്ധീകരിക്കപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എൻ്റെ രക്തത്താൽ നീ കഴിവുകൾ പ്രാപിക്കുന്നതിൻ്റെ ആഗ്രഹമുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്ന കർത്താവ് പറയുന്നു. മക്കളെ, നിങ്ങൾക്ക് വേണമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേണമോ ഈ ശുദ്ധീകരണം? നിങ്ങൾക്ക് വേണമോ ഈ കഴുകൽ? ആന്തരികമായി കഴുകൽ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ വിശുദ്ധരായി എഴുന്നേറ്റ് പോകാൻ കർത്താവ് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. എല്ലാ പ്രതിസന്ധികളും മാറും, എല്ലാ കെടുതികളും മാറും, എല്ലാ തിന്മകളും മാറും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹീതമായി തീരും, ഐശ്വര്യ സമൃദ്ധിയുള്ളതായിത്തീരും, മക്കൾ അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും, ശാപം മാറും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് ജീവിതം അർപ്പിക്കുന്നതിൽ മാത്രം കരങ്ങൾ ഉയർത്തുക. ദൈവസന്നിധിയിലേക്ക് ജീവിതം എന്നേക്കുമായി സമർപ്പിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ അത്ഭുത സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾക്ക് ഒരു കാരണവശാലും അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ തന്നതിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗത്തിന് തീ ഭൂമിയിൽ ആളിക്കത്തുവാൻ തിരുവനസായതിനായി സ്തോത്രം. കർത്താവേ, ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തുടരണമേ കർത്താവേ. നീറിപ്പോകുന്ന മനസ്സുകൾക്ക് ആശ്വാസം കൊടുക്കണമേ കർത്താവേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ കർത്താവേ. പൈശാചിക ബാധയിൽപ്പെട്ട് വലയുന്നവർക്ക് സമാധാനം കൊടുക്കണമേ കർത്താവേ. കുടുംബത്തിലേക്ക് സമാധാനം അയക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.